10% നിരക്കിൽ സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ച തുക 4 വർഷം കൊണ്ട് 2520 രൂപയാകുന്നു. എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? അപ്പോൾ നമുക്കിവിടെ തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം 10% നിരക്കിൽ എന്ന് പറയുമ്പം R = 10%. നിരക്കിൽ സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ച തുക 4 വർഷം കൊണ്ട് N = 4. 2520 രൂപയാകുന്നു. അപ്പോൾ ഇവിടെ എത്ര എമൗണ്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്? നിക്ഷേപിച്ച തുക എത്രയാണെന്ന് അറിയില്ല. അപ്പം നിക്ഷേപിച്ച തുകേനെ നമുക്കൊരു കാര്യം ചെയ്യാം, P എന്ന് എടുക്കാം. നിക്ഷേപിച്ച തുക P ആയിട്ട് എടുക്കാം നമുക്ക്. പിന്നെ ഇവിടെ P+I, അതായത് പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടെ ചേർന്നിട്ടാണ് 2520. ഇനി നമുക്ക് ഫോർമുല ഉപയോഗിച്ചിട്ട് ഈ P എന്താണെന്ന് കണ്ടുപിടിക്കാം. ആദ്യം I എന്താണെന്ന് കണ്ടുപിടിക്കാം. I കണ്ടുപിടിക്കാനുള്ള ഫോർമുല I = PNR/100. അപ്പോൾ നമ്മൾ P തന്നെയാണ് എടുക്കുന്നത്. P × N 4, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 /100. ഈ 0 അങ്ങനെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 4P/10 കിട്ടി. അപ്പോൾ I = ഇവിടെ 4P/10 ആണ്. അപ്പോൾ P+I ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോഴേ നമുക്കിനി P കണ്ടുപിടിക്കണം. അപ്പോൾ Iൻ്റെ സ്ഥലത്ത് നമ്മൾ 4P+10 എഴുതാൻ പോവുകയാണ്. അപ്പോൾ P+I എന്ന് പറഞ്ഞാൽ Iൻ്റെ സ്ഥലത്ത് നമ്മൾ 4P/10 എഴുതാൻ പോവുകയാണ്. 4P/10 = 2520. 10 × P 10P + 4P 14P. 10 × P ആദ്യം ചെയ്യുക, പിന്നെ 10P + 4P ചെയ്യുക. അപ്പോൾ 14P/10 = 2520. 14P = 2520 × 10. 14P എന്ന് പറഞ്ഞാൽ P = 2520 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 25200 /14. അപ്പോൾ 14 കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ നമ്മളൊന്ന് ഷോർട്ടാക്കാം. 2ൻ്റെ പകുതി 1, 5ന് പകുതിയില്ല. അപ്പോൾ 4ൻ്റെ പകുതി എടുക്കുക, 4ൻ്റെ പകുതി 2, ബാലൻസ് 1 വന്നു. 12ൻ്റെ പകുതി 6, ഇനി 2 0 ഇങ്ങനെ എഴുതുക. 14ൻ്റെ പകുതി 7, 12ൽ 7 ഒരു പ്രാവശ്യം, ബാലൻസ് ഒരു 7, 7 7 5 12, 5 ബാലൻസ്. അപ്പോൾ ഇത് 56ആയി. 56ൽ 7 8 56, 2 0 ഇങ്ങനെ ഇട്ട് കൊടുക്കുക. 1800 രൂപ. ആൻസർ ഈസ് ഓപ്ഷൻ C, 1800 രൂപ. If you like this video, please like, share and subscribe. Thank you.